ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവസാന ഒരു മണിക്കൂറിൽ മികച്ച ബൈയിങ് വരികയും ഇൻഡെക്സ് 25,388 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 25,433 എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നതിന് ശേഷമാണ് ഇൻഡെക്സ് 25,388 ക്ലോസിംഗ് നൽകിയത്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, HDFC ബാങ്ക്, ഇൻഫോസിസ്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. നിഫ്റ്റി 50യിലെ 50 സ്റ്റോക്കുകളിൽ 49 സ്റ്റോക്കുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഹിൻഡാൽകോ 4.5% ഉയർന്നു. ഭാരതി എയർടെൽ, NTPC, ശ്രീരാം ഫിനാൻസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, JSW സ്റ്റീൽ, ഏഷ്യർ മോട്ടോർ, ONGC, അദാനി പോർട്ട്, വിപ്രോ, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ 3 മുതൽ 4% ഉയർന്നു. ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അമേരിക്കയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ. അമേരിക്കയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ ജൂലൈ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.2% ഉയർന്നിട്ടുണ്ട്. കോർ ഇൻഫ്ലേഷൻ 0.2 നിന്നും 0.3% ഉയർന്നു. ഇത് 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സാധ്യതകൾ 15% ചുരുക്കുകയും എന്നാൽ 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സാധ്യതകൾ 85% നിലനിർത്തുകയും ചെയ്യുന്നു. 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CPI ഇൻഫ്ലേഷൻ ഡേറ്റ നൽകുന്നത്. രണ്ടാമത്തേത്, ചൈന 50 ബേസിസ് പോയിൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതോടുകൂടി റിയൽ എസ്റ്റേറ്റ് സെക്ടറിലും കോമഡിറ്റി മാർക്കറ്റിലും വന്ന ബൂം ഏഷ്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനും അനുകൂലമായ ഒരു സെൻറ്റിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലെ ടെക് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ടെക് സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം വന്നു. ചൈന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചത് ഇനി അടുത്ത യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൽ, അതായത് നാളെ നടക്കുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസിഷന് പിന്നിലെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ട്രിഗറായി മാറാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഫാക്ടർ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ബൈയിങ്. സെപ്റ്റംബർ മാസത്തിലെ ഈ ആഴ്ച മാത്രം 11,000 കോടി രൂപയുടെ ബൈയിങ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മുന്നോടിയായിരിക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ പൊസിഷൻ എടുക്കുന്നത് ഒരു പ്രധാന ഫാക്റ്റ് തന്നെയാണ്. നാലാമത്തേത്, യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ റേറ്റ് കട്ട് ഒപ്റ്റിമിസം. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി മീറ്റിംഗ് ഉടൻ തന്നെ ആരംഭിക്കും. ഈ പോളിസി മീറ്റിങ്ങിൽ 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 3.75%. സെപ്റ്റംബർ 17-18 തീയതികൾക്ക് മുന്നോടിയായിട്ടാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി മീറ്റിംഗ്. ടെക്നിക്കൽ ഫാക്ടർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് അനുകൂലമാണ്. 21 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. 25,475, 25,500 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,100 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. കല്യാൺ ജുവലേഴ്സ് 5% ഉയർന്ന് 689 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ HSBC കല്യാൺ ജുവലേഴ്സിൽ ബുള്ളിഷ് ആയതും കല്യാൺ ജുവലേഴ്സിന് 810 രൂപയുടെ ടാർഗറ്റ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 19% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതുമാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. കല്യാൺ ജുവലേഴ്സ് എന്ന കമ്പനി ക്യാപിറ്റൽ ലൈറ്റ് എക്സ്പാൻഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കൂടാതെ കമ്പനി എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ ലോങ് ടൈമിൽ ജുവലറി സെഗ്മെൻറ്റിൽ ലഭിച്ചിരിക്കുന്ന ടെയിൽ വിൻഡ് ഒരു പ്രധാന കാറ്റലിസ്റ്റായി കല്യാൺ ജുവലേഴ്സിൽ പ്രവർത്തിക്കുകയും ചെയ്യും. റീസെൻ്റ്ലി കല്യാൺ ജുവലേഴ്സിൻ്റെ പ്രൊമോട്ടർ വാൻബർഗ് പിൻഗസിൽ നിന്നും കല്യാൺ ജുവലേഴ്സിൻ്റെ 2.36% സ്റ്റേക്ക് അക്വയർ ചെയ്തിരുന്നു. പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നതും സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. 650 മുകളിൽ വന്ന ബ്രേക്കൗട്ട് സ്റ്റോക്കിന് 690 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 650 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിന് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.